വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. സമയം ഇപ്പോൾ 10:30 ആവുന്നു. 10:30 കഴിഞ്ഞു. ഉടൻ തന്നെ ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകുന്നു. പ്രധാനമന്ത്രി ഇപ്പോൾ തുറമുഖ മേഖലകൾ സന്ദർശിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ ഉടൻ തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. നേരത്തെ അല്പസമയം മുമ്പായി പ്രധാനമന്ത്രി വിഴിഞ്ഞത്ത് ലാൻഡ് ചെയ്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. 3 ഹെലികോപ്റ്ററുകളാണ്. 2 ഹെലികോപ്റ്ററുകളുടെ അകമ്പടിയോടെയാണ് പ്രധാനമന്ത്രി അവിടേക്ക് എത്തിച്ചേർന്നത്. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ നിന്നുമുള്ള ഹെലിപ്പാഡിൽ നിന്നുള്ള പ്രധാനമന്ത്രിയുടെ യാത്ര, അതിനുശേഷം അദ്ദേഹം വിഴിഞ്ഞം ഹെലിപ്പാഡിലേക്ക് എത്തിച്ചേരുകയാണ്. അതീവ സുരക്ഷ, കടലിലും കരയിലും അതീവ സുരക്ഷ ഒരുക്കുന്നതിനിടയിലേക്കാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം അവിടെ തുറമുഖ മേഖലകളിൽ അവിടെ പുലിമുട്ടടക്കം 3.5 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ആ പുലിമുട്ടടക്കം അദ്ദേഹം സന്ദർശിക്കുകയാണ്. അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ്. രാജ്യത്തെ തന്ത്രപ്രധാനമായ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രത്യേകതകൾ അദ്ദേഹം ഉദ്യോഗസ്ഥർ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം അത് വിശദമായി തന്നെ കേൾക്കുന്നുണ്ടാകും. ആ ദൃശ്യങ്ങളും ആ കാഴ്ചകളുമൊക്കെ നമുക്ക് ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാം. കമ്മീഷനിങ് ചടങ്ങ് ഉടൻ തന്നെ ആരംഭിക്കും. 45 മിനിറ്റ് പ്രധാനമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കും. പ്രധാനമന്ത്രി ഈ കടന്നു പോകുന്ന മേഖലകൾ ഏതൊക്കെയാണ്, രാജ്യത്തിൻ്റെ സുരക്ഷയെയും തുറമുഖങ്ങളുടെ പ്രത്യേകതകളുമൊക്കെ എത്ര കണ്ട് പ്രസക്തിയായിരിക്കും, മുഖ്യമന്ത്രി എന്ത് പ്രധാനമന്ത്രി എന്ത് കാര്യങ്ങൾ പരാമർശിക്കുമെന്ന നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ തന്ത്രപ്രധാന തീരുമാനമൊക്കെ വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ പ്രധാനമന്ത്രി ഇക്കാര്യങ്ങളിലൊക്കെ എന്ത് നിലപാടെടുക്കുന്നു എന്ന കാര്യം കൂടിയുണ്ട്. വിഴിഞ്ഞം കേരളത്തിൻ്റെ തെക്കേ ഇന്ത്യയുടെ തെക്കേ മുനമ്പാണ്. സ്വാഭാവികമായും അതിന് ആ തരത്തിൽ കൂടി തന്ത്രപ്രധാന സാഹചര്യം നിരവധിയുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രത്യേകതകളും ഒരുപക്ഷെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൽ, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്താനാണ് സാധ്യത. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, പ്രധാനമന്ത്രി ആ സന്ദർശന ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയായിരിക്കും അത് പുറത്തുവിടുക. ഉടൻ തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് കരുതുന്നു. 10:30 സമയം. അങ്ങനെയെങ്കിൽ നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഉടൻ തന്നെ കമ്മീഷനിങ് ചടങ്ങുകൾ ആരംഭിക്കണം. സജിത്ത്, 11 മണിക്ക് മാത്രമേ ഈ ചടങ്ങുകൾ ആരംഭിക്കുകയുള്ളൂ. അതിന് മുന്നോടിയായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രി ഈ തുറമുഖം നേരിൽ കാണുക. അതായത് അദ്ദേഹം ഇതിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട പോയിന്റ്സിലേക്കും ഈ ഓട്ടോമേറ്റഡ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ കണ്ടെയ്നറുകൾ നീക്കുന്ന സ്ഥലം, അതിനുവേണ്ടിയുള്ള ആധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക റൂമുകളുണ്ട്. അവിടേക്ക് പ്രധാനമന്ത്രി എത്തും. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പുലിമുട്ടിലേക്ക് അദ്ദേഹം ഇത് വീക്ഷിക്കുന്നതിന് വേണ്ടി പുലിമുട്ടിൻ്റെ ഏറ്റവും എഡ്ജിലേക്ക് അദ്ദേഹം എത്തിയേക്കുമെന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം അവിടേക്ക് എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം പൈലറ്റ് വാഹനങ്ങൾ, പോലീസിൻ്റെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ പൈലറ്റ് വാഹനങ്ങൾ അതിന് സമീപത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് ആ ദൃശ്യങ്ങൾ എത്ര കണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് അറിയില്ല. ഒരുപക്ഷെ അതിനുശേഷം അവിടെയുള്ള സന്ദർശനം, ഈ ബർത്തിലെ സന്ദർശനം പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കാം അദ്ദേഹം ഈ പുലിമുട്ടിലേക്ക് എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യം 1.25 മണിക്കൂർ സമയം മാത്രമാകും പ്രധാനമന്ത്രി ഈ തുറമുഖത്തിൽ ഉണ്ടാകുക. അതായത് 12 മണിയോടെ അദ്ദേഹം ഇവിടെ നിന്ന് പോകും. നിലവിലെ സൂചനകൾ അനുസരിച്ച് 11 മണിക്ക് മാത്രമായിരിക്കും കമ്മീഷനിങ് ചടങ്ങുകൾ ആരംഭിക്കുക. അതിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രി നേരത്തെ എത്തി ഈ തുറമുഖം ഉദ്യോഗസ്ഥർക്കൊപ്പം നേരിൽ കാണുന്നത്. ഈ പ്രവർത്തനങ്ങളുടെ പ്രത്യേകത, ഈ വിഴിഞ്ഞം തുറമുഖത്തെ മറ്റ് തുറമുഖങ്ങളുമായി വ്യത്യസ്തമാക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾ, അതെല്ലാം അദാനി പോർട്ടിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വിശദീകരിക്കും. അതിനുശേഷമായിരിക്കും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ സെലസ്റ്റിന എന്ന കപ്പലിനെ പ്രധാനമന്ത്രി സ്വീകരിക്കുക. തുടർന്നാകും അദ്ദേഹം പുലിമുട്ടിലേക്ക് എത്തുക എന്നാണ് സൂചന. പ്രധാനമന്ത്രിക്ക് ഇവിടെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഇത് നേരിൽ കാണുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക വാഹനങ്ങളൊക്കെ നേരത്തെ തന്നെ ഈ തുറമുഖത്തിലേക്ക് എത്തിച്ചിരുന്നു. നമുക്കറിയാം, വലിയ തരത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയൊരു കലുഷിതമായ സാഹചര്യത്തിലൂടെ രാജ്യം കടന്നു പോകുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം. മാത്രമല്ല, വിഴിഞ്ഞം പോലെ ഒരു നയതന്ത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്ക്, രാജ്യാന്തര കപ്പൽച്ചാലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എത്തുക എന്ന് പറയുന്നത് സുരക്ഷാ ഏജൻസികളെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. അതുകൊണ്ട് തന്നെയാണ് ത്രിതല സുരക്ഷാ സംവിധാനങ്ങൾ അവർ ഒരുക്കിയിരിക്കുന്നത് എന്നും ഉറപ്പാണ്. അവിടെ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കാത്ത തരത്തിലുള്ള ജാമറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ പദ്ധതി പ്രദേശത്തെ അതീവ സുരക്ഷാ മേഖലയിൽ. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതിന് പരിമിതികൾ നേരിടും. നമ്മൾ മുസ്ലിം പള്ളിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഏറ്റവും മനോഹര ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ക്യാമറമാൻ വിനോദ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പൊരിയുന്ന വെയിലാണ്. ആ വെയിലിനെ
വെല്ലുന്ന ആവേശവുമായി നിരവധി ആളുകൾ പല സ്ഥലങ്ങളിൽ പോലീസ് അനുവദിച്ചിരിക്കുന്ന പല സ്ഥലങ്ങളിൽ ഈ തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് ചടങ്ങ് നേരിൽ കാണാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ സമീപ സ്ഥലങ്ങളിലിരുന്ന് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഇവിടേക്ക് എത്തുന്നതും അതിനുശേഷം പ്രധാനമന്ത്രി പുലിമുട്ടിലേക്ക് പോകുകയാണെങ്കിൽ അതിൻ്റെ ദൂരക്കാഴ്ചകൾ കാണുന്നതിനൊക്കെയായി ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒഴികെ മറ്റാർക്കും പ്രവേശനമില്ല. ഇവിടെ നിന്നുകൊണ്ടാണ് ഈ മനോഹര ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അതിന് സമീപത്ത് നമുക്ക് കാണാം മത്സ്യബന്ധന ബോട്ടുകൾ കൂട്ടമായി ഉണ്ട്. അതായത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആശങ്ക മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ ബാധിക്കും, ഈ തുറമുഖം തീരശോഷണം ഉണ്ടാകുമെന്നതായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമായി നടത്താൻ കഴിയുന്ന തരത്തിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതായിരിക്കും ഒരുപക്ഷെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അത്രയധികം ബോട്ടുകൾ ഇവിടെ ഇപ്പോഴും കൂട്ടിയിട്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ ബോട്ടുകൾ മത്സ്യത്തൊഴിലാളികൾ വൈകുന്നേരം മത്സ്യബന്ധനത്തിനും മറ്റുമായി പുലർച്ചയ്ക്ക് കടന്നു പോകുന്നത്. അതിന് മറുവശത്താണ് ലോകത്തിന് മുമ്പിൽ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായി പ്രധാനമന്ത്രി ഇന്നത് രാജ്യത്തിന് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഏതാനും മിനിറ്റുകൾ മാത്രം, 20 മിനിറ്റ് കൂടി മാത്രമാണ് കേരളത്തിൻ്റെ ദശാബ്ദങ്ങളായിട്ടുള്ള ഒരു സ്വപ്ന പദ്ധതി അത് യാഥാർത്ഥ്യമാകാൻ ഇനി 20 മിനിറ്റ് മാത്രമാണ് ബാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖത്തിൻ്റെ പ്രധാന കവാടത്തിൽ അവിടെ പ്രത്യേക സുരക്ഷാ മേഖലയിൽ, അതീവ സുരക്ഷാ മേഖലയിൽ ഈ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടെ നേരിൽ കണ്ടതിന് ശേഷം അദ്ദേഹം പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ പുലിമുട്ടിൻ്റെ ഭാഗത്തേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ദൂരക്കാഴ്ചകൾ ഏറ്റവും മനോഹരമായി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. അതിനുശേഷം 11 മണിക്ക് തന്നെ ഈ ചടങ്ങുകൾ ആരംഭിക്കും. 3 മിനിറ്റ് മാത്രം നീളുന്ന സ്വാഗത പ്രസംഗം, അതിനുശേഷം മുഖ്യമന്ത്രിയുടെ അഭിസംബോധന, അതും 3 മിനിറ്റ് മാത്രമാണ്. അതിനുശേഷമായിരിക്കും 45 മിനിറ്റ് നീളുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഭാഷണം. അവിടെ അദ്ദേഹം ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ്ങിനോടനുബന്ധിച്ച് മറ്റേതെങ്കിലും സ്വപ്ന പദ്ധതികൾക്ക് പ്രഖ്യാപനം നടത്തുമോ എന്നതാണ് രാജ്യം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്, കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അങ്ങനെ 12 മണിക്ക് ചടങ്ങുകൾ പൂർത്തിയാക്കി അദ്ദേഹം വിടുന്ന ഹെലികോപ്റ്ററിൽ തന്നെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൻ്റെ ഗ്രൗണ്ടിലേക്ക് മടങ്ങും. അവിടെ നിന്ന് അദ്ദേഹം തിരികെ മടങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെ അതീവ സുരക്ഷാ മേഖലയിൽ രാജ്യത്തിന് അഭിമാനമായി മാറിയ തുറമുഖ പദ്ധതിയുടെ പ്രത്യേകതകൾ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.